വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാന്യരെ, കല്ലിങ്ങലിന്റെ ഹൃദയഭാഗത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500 ജന്മദിന നബി പ്രകീർത്തന സദസ്സിലും നബി മദ്ഹിന്റെ സദസ്സിലുമാണ്. അല്ലാഹു തആല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അൽ ജാറു സുദ്ദൂഖുൽ അമീൻ, വിശ്വസ്തനായ സത്യസന്ധനായ കച്ചവടക്കാരനെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കച്ചവടത്തിൽ ഒരു കളങ്കമില്ല, ഒരു ചതിയില്ല, ഒരു കളവില്ലാത്ത കച്ചവടക്കാരനെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ അവൻ പരലോകത്ത് സിദ്ദീഖീങ്ങളുടെ കൂടെയും സ്വാലിഹീങ്ങളുടെ കൂടെയുമാണ്. എന്നാൽ കളവ് നടത്തുന്ന കച്ചവടക്കാരനുണ്ടല്ലോ, നാളെ പരലോകത്തേക്ക് കടന്നു വരുന്നത് നമ്രൂദിന്റെ കൂടെയും ഹാമാന്റെ കൂടെയും ഫിറഔന്റെ കൂടെയുമാണെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഏവരും കച്ചവടം ചെയ്യുകയാണെങ്കിൽ കച്ചവടത്തിൽ സത്യസന്ധയും നീതിയും പുലർത്തേണ്ടതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കച്ചവടം നടക്കുന്ന സ്ഥലത്തിലൂടെ നടന്നു പോവുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കച്ചവടക്കാരന്റെ അടുത്ത് പോയിട്ട്, അദ്ദേഹം ധാന്യങ്ങളായിരുന്നു വിറ്റിരുന്നത്, അദ്ദേഹത്തിന്റെ ധാന്യങ്ങളെല്ലാം ഒരു ചാക്കിലായിരുന്നു വെച്ചിരുന്നത്. ആ ചാക്കിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈയിടുകയാണ്. അങ്ങനെ കൈയിട്ടുകൊണ്ട് ആ ചാക്കിന്റെ അടിഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ കൊണ്ടുപോയപ്പോൾ അവിടെ ആ ധാന്യങ്ങളെല്ലാം നനഞ്ഞിരിക്കുന്നു. മുകൾ ഭാഗത്തിരിക്കുന്ന ധാന്യങ്ങളെല്ലാം നനഞ്ഞിട്ടില്ല, അടിഭാഗത്തിരിക്കുന്ന ധാന്യങ്ങളെല്ലാം നനഞ്ഞിരിക്കുന്നു. അപ്പോൾ കച്ചവടക്കാരനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അല്ലയോ കച്ചവടക്കാരാ, എന്തിനാണ് ഈ നനഞ്ഞ സാധനം നിങ്ങൾ അടിയിലേട്ട് വെച്ചിരിക്കുന്നത്? അവിടെ നിന്ന് കച്ചവടക്കാരൻ സങ്കടത്തോട് കൂടി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഈ ചെയ്തിരിക്കുന്നത് ഇന്നലെ പെയ്ത മഴ കാരണം എന്റെ ധാന്യങ്ങളെല്ലാം നനഞ്ഞിരിക്കുന്നു. അത് മേലിൽ വെച്ചാൽ എന്റെ നിന്ന് ആരും സാധനങ്ങൾ വാങ്ങുകയില്ല. അതുകൊണ്ട് എന്റെ ജീവിതം പട്ടിണിയാണ് റസൂലേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ അവിടെ നിന്ന് ആ കച്ചവടക്കാരനോട് പറയുകയാണ്, നീ നാളെ നിനക്ക് പരലോകത്തേക്ക് ഞാൻ നിനക്ക് ശഫാഅത്ത് ചെയ്യുകയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അങ്ങനത്തെ ഒരു വാക്ക് കേൾക്കണമെങ്കിൽ എത്രയധികം സങ്കടമായിട്ടുണ്ടാകുമെന്ന് ചിന്തിക്കണേ. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കച്ചവടക്കാരനോട് പറയുകയാണ്, ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ 16-ാം വയസ്സ് ഖദീജ ബീവിയുടെ ഷാമിലേക്ക് പോകുന്ന കച്ചവട സംഘത്തിന്റെ നേതൃത്വം നയിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലീഡ് നയിച്ചുകൊണ്ട് പോവുകയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കച്ചവട രീതിയെ നോക്കാൻ വേണ്ടിയിട്ട് ഖദീജ ബീവി അവിടെ നിന്ന് മൈസൂറത്തിനെ ഏൽപ്പിക്കുകയാണ്. താമരകത്തിൽ സുന്ദരി ഖദീജ